ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിലെ 1ാമത്തെ യൂണിറ്റിലെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയാലോ. ദ ചെയിൻ ഓഫ് ലൈഫ്. ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? ഒബ്സർവ് ദ പിക്ചർ. വിച്ച് വേർഡ് ഈസ് ഇൻ ദ പിക്ചർ? ഈ പിക്ചറിലുള്ള വേർഡ് ഏതാണ്? ഈ പിക്ചറിലുള്ള വേർഡ് കിങ് ഫിഷറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഫുഡ്? ഇതിൻ്റെ മെയിൻ ഫുഡ് എന്താണ്? ആൻസർ ഫിഷ്. പിന്നെ എന്താണ് പറയുന്നത്? വേർ ഈസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ? ഈ പക്ഷിയെ സാധാരണയായി എവിടെയാണ് കാണുക? ആൻസർ ദ ഫീൽഡ്, അതായത് വയൽ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? അവിടെ കാണാനുള്ള കാരണം എന്താണ്? കാരണം നമുക്കറിയാം എന്താണ്, വയലിലും ആ പ്രദേശത്തൊക്കെ എന്തുണ്ടാവുക? ഫിഷ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഫിഷ് ഉള്ള സ്ഥലത്തായിരിക്കും ഇതിനെ കൂടുതലായി കാണുക. പോണ്ടുള്ളിടത്തുണ്ടാവും, അതേപോലെ തന്നെ ഈ വയൽ പ്രദേശങ്ങളിൽ ഫീൽഡിലൊക്കെയാണ് ഇതിനെ കാണുക. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ദ കിങ് ഫിഷർ ലിവ്സ് ഇൻ ബറോസ് ഓൺ റിവേഴ്സ് ബാങ്ക് ഓർ നിയർ പോണ്ട്സ്. ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ വാട്ടർ സോഴ്സസ് വെയർ ദേ ക്യാൻ ഫിഷ്. അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. ഇത് പ്രധാനമായും ഇതിന് എവിടെ നിന്നാണോ ഫിഷ് കിട്ടുന്നത് ആ പ്രദേശങ്ങളിലായിരിക്കും ഈ പക്ഷിയെ സാധാരണയായി കാണുന്നത്. അത് റിവറിൻ്റെ പ്രദേശങ്ങളിലായിരിക്കും, പോണ്ടിൻ്റെ പ്രദേശങ്ങളിലായിരിക്കും, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഈ കിങ് ഫിഷർ ബേർഡിനെ കാണുക. ഇനി അടുത്തത് എന്താ പറയുന്നത്? ദർ ആർ മെനി ക്രിയേച്ചേഴ്സ് അറൗണ്ട് അസ് ഹു ഈറ്റ് വേരിയസ് കൈൻഡ്സ് ഓഫ് ഫുഡ്. അല്ലേ, നമ്മുടെ ചുറ്റിലും ഒരുപാട് ക്രിയേച്ചേഴ്സ്, ജീവികളുണ്ട്. അവയൊക്കെ വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ദേ ഈറ്റ്? അത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗോട്ടിൻ്റെ മെയിൻ ഫുഡ് എന്താണ്? ലീവ്സ്, ഗ്രാസ്, അതായത് പ്ലാന്റ്സിൽ നിന്നുള്ള ഐറ്റംസാണ് ഗോട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫുഡ്. ഇനി എന്താ പറയുന്നത്? വിച്ച് അതർ ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്? പ്ലാന്റിൻ്റെ പാർട്സ് കഴിക്കുന്ന മറ്റ് ജീവികൾ ഏതൊക്കെയാണെന്നാണ് താഴെ എഴുതേണ്ടത്. അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡിയർ കൊടുത്തിട്ടുണ്ട്, റാബിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടെണ്ണം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. ഏതൊക്കെയാണ്? കൗ, എലിഫൻറ്റ്. അത് രണ്ടുമാണ് ഇപ്പോൾ അവിടെ എഴുതിയിട്ടുള്ളത്. വേണമെങ്കിൽ ജിറാഫ് എഴുതാം. ഓക്കെ, അങ്ങനെ ഒരുപാടെണ്ണം എഴുതാം. ഇനി അടുത്തത് നോക്കാമല്ലോ. ഫുഡ് ആൻഡ് ഹാബിറ്ററ്റ്. ഭക്ഷണവും ആവാസ വ്യവസ്ഥയും. ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? റൈറ്റ് ഡൗൺ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ ഏതൊക്കെ ജീവികളെ കാണുന്നുണ്ട് എന്ന് എഴുതണം. വിച്ച് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്? എന്തൊക്കെയാണ് ഈ ക്രിയേച്ചേഴ്സ് ഇവിടെ നിന്നും ഭക്ഷിക്കുന്നത്? നമുക്കിവിടെ ഏതൊക്കെ ജീവികളുണ്ടെന്ന് നോക്കിയാലോ. ഡ്രാഗൺ ഫ്ലൈ, ക്രെയിൻ, ക്രോ, സ്നെയിൽ, ഫിഷ്, ക്രാബ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നെയിൽ, ടോട്ടോയ്സ്. അടുത്ത എന്താണ് ചോദിക്കുന്നത്? വിച്ച് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്? ഈ പ്ലാന്റ്സിന് ഏതൊക്കെ ജീവികളാണ് അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കിട്ടുന്നത്? എന്തൊക്കെയാ? സ്മോൾ ഫിഷസ് അവിടെയുണ്ട്. പിന്നെ വേംസ് എന്ന് പറഞ്ഞാൽ പുഴുക്കൾ. ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രാണികൾ. ഓക്കെ, ഇനി വിച്ച് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്? ഏതൊക്കെ ജീവികളാണ് ചെറിയ മത്സ്യങ്ങളെ കഴിക്കുന്നത്? ഏതൊക്കെയാണ്? ക്രെയിൻ, ഫ്രോഗ്, ക്രോ, ക്രാബ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ പേജിലുള്ളത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. എവരി ക്രിയേച്ചർ ഇൻ ദ പിക്ചർ ഫീഡ് ഓൺ സം അതർ ഓർഗാനിസംസ്. അല്ലെ, ഓരോ ജീവികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമായിട്ട് കഴിക്കുന്നുണ്ട് അല്ലേ. സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. ചെറിയ ഫിഷസ്, മീനുകൾ എന്തിനെയാണ് കഴിക്കുന്നത്? ചെടികൾ, ചെറിയ ചെറിയ ചെടികളെ. ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്. അപ്പോൾ വലിയ മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങളെ കഴിക്കുന്നു. പിന്നെ എന്താണ് പറയുന്നത്? ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ്. ക്രെയിന് ഫിഷിനെ കഴിക്കുന്നു, കൊക്ക് അല്ലേ. ഇനി കംപ്ലീറ്റ് ദ ഇലുസ്ട്രേഷൻ ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ഇൻ ദ ഫീൽഡ്. അതേപോലെ നിങ്ങൾക്കറിയുന്നത് വെച്ചിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. പ്ലാന്റ് ഏതൊക്കെയാണ് തിന്നുന്നത്? സ്മോൾ ഫിഷ് തിന്നും പ്ലാന്റിനെ. പിന്നെ ഗ്രാസ് ഹോപ്പർ തിന്നും, വേംസ് തിന്നും അല്ലേ. അപ്പോൾ ഇനി എന്താ പറയുന്നത്? സ്മോൾ ഫിഷിനെ ആര് തിന്നും? ലാർജ് ഫിഷും തിന്നും, ഫ്രോഗും തിന്നും. വേംസിനെ ക്രോ തിന്നും. ലാർജ് ഫിഷിനെയും ഫ്രോഗിനെയും ആര് തിന്നുന്ന പറയുന്നത്? ക്രെയിൻ. ഓക്കെ, അടുത്തത് ലിങ്ക്ഡ് ടുഗദർ. ഡിയർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സ് അല്ലേ. പ്ലാന്റ് തിന്നുന്ന ജീവികളാണ് ഡിയർ, അതായത് മാന്, റാബിറ്റ്, മുയൽ, പിന്നെ ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി, ഇവയൊക്കെ. പിന്നെയോ കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻസ് ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ
ദം. പ്ലാന്റ്സ് കഴിക്കുന്നത് ഏതൊക്കെയാണ്? ഡിയർ, റാബിറ്റ്, ഗ്രാസ് ഹോപ്പർ. ഇനി ഇവയൊക്കെ തിന്നത് ആരാണെന്ന് നോക്കാമല്ലോ നമുക്ക്. ഈ ഡിയറിനെയും റാബിറ്റിനെയും ഗ്രാസ് ഹോപ്പറിനെയും എല്ലാം ആരാണ് കഴിക്കുന്നത്? ഡിയറിനെ കഴിക്കുന്നത് ടൈഗർ. ലയണും കഴിക്കും ടൈഗറും കഴിക്കും അല്ലേ. ഇനി റാബിറ്റിനെ കഴിക്കുന്നതോ? ലയണും ടൈഗറും. നമുക്ക് അപ്പുറം ഇപ്പുറം പരസ്പരം മാറ്റി എഴുതാൻ വേണമെങ്കിൽ ഹോപ്പറിനെ കഴിക്കുന്നത് ഫ്രോഗ്. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അടുത്തത് പ്രസൻറ്റ് ദ കംപ്ലീറ്റഡ് ഫുഡ് റിലേഷൻഷിപ്പ് ഇൻ ദ ക്ലാസ്. എക്സ്പാൻഡ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് മോർ ഓർഗാനിസംസ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഇൻ ദ സയൻസ് ഡയറി. ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് among them ഈസ് ദ ഫുഡ് വെബ്. അപ്പോൾ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജീവികളും അല്ലേ, ഓരോ ജീവികളും പരസ്പരം കഴിക്കുന്നുണ്ട്. ചെറിയ ജീവികളെ വലിയ ജീവികൾ കഴിക്കുന്നു. അങ്ങനെയുള്ള ആ സൈക്കിൾ ഇവിടെ നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കാം. എന്താണ്? അവിടെ ഒരു ട്രീ കൊടുത്തിട്ടുണ്ട്. ട്രീ, മരം, അതായത് പ്ലാന്റ്. അതിനെ ആരൊക്കെ കഴിക്കുന്നുണ്ട്? കൗ കഴിക്കുന്നുണ്ട്, പിന്നെ ഡിയർ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഡിയറിനെയും കൗവിനെയും ആര് കഴിക്കുന്നുണ്ട്? ടൈഗർ കഴിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പിക്ചറിൽ. പിന്നെ എന്താണ് പറയുന്നത്? ഇവിടെ തന്നെ ഗ്രാസ് കൗ കഴിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൗവിനെ ആര് കഴിക്കുന്നുണ്ട്? വൾച്ചർ. പിന്നെ പ്ലാന്റിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നുണ്ട്. ഗ്രാസ് ഹോപ്പറിനെ ബേർഡ് കഴിക്കുന്നുണ്ട്. ബേർഡിനെ ഫോക്സ് കഴിക്കുന്നുണ്ട്. ഫോക്സിനെ വൾച്ചർ കഴിക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് എന്താ ഉള്ളത്? ഇവിടെ എന്താണ്? ഒരു റാറ്റിനെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? റാറ്റ് എന്താണ്? പ്ലാന്റ് കഴിക്കുന്നുണ്ട്. റാറ്റിനെ കാറ്റ് കഴിക്കുന്നുണ്ട്. കാറ്റിനെ ആര് കഴിക്കുന്നുണ്ട്? ടൈഗർ കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ് മങ്കിയും കൂടി കഴിക്കുന്നുണ്ട്. മങ്കിയെ ടൈഗർ കഴിക്കുന്നുണ്ട്. പ്ലാന്റ് പിന്നെ ഡിയറും കൂടി കഴിക്കുന്നുണ്ട്. ഡിയറിനെ ടൈഗർ കഴിക്കുന്നുണ്ട്. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ പാർട്ട് 1 ചെയ്യുന്നത്. ഇനി പാർട്ട് 2 വേണമെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ 2ാം ഭാഗമുണ്ട്, 3ാം ഭാഗവുമുണ്ട്. അതൊക്കെ കുട്ടികൾ കാണുക. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.